ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതും ഇതുപോലെ തന്നെ മാർക്ക് കൂടുതലുള്ള ചോദ്യങ്ങളാണ്. മാർക്ക് കൂടുതലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ക്ലാസ് മുമ്പത്തെ കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ്സുകളെല്ലാം കണ്ടതിന് ശേഷം ഈ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ചോദ്യം നമുക്ക് നോക്കാം. എ ബി സി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. എ ബി സി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ഈ ചോദ്യത്തിനകത്ത് പറയുന്നുണ്ട് ഇൻ ദ ഫിഗർ എ ബി ഈക്വൽ ടു എ സി. എ ബിയും എന്താണ്, എ സിയും തുല്യമായിട്ടുള്ള അളവുകളാണ്. ഇതിൻ്റെ വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. അതുപോലെ ആംഗിൾ എ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ആംഗിൾ എ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ബി എത്രയെന്നാണ് ചോദ്യം. ആംഗിൾ ബി നമുക്കറിയാം, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ, സമപാർശ്വ ത്രികോണമാണ്. 2 വശങ്ങൾ തുല്യമാണ് എങ്കിൽ ഈ 2 ആംഗിളും എന്തായിരിക്കും, തുല്യമായിരിക്കും. നമുക്കറിയാം 3 ആംഗിളും കൂടി കൂട്ടി എത്രയാണ്, 180 ആണെന്നറിയാം. ആ 180 നിന്ന് 120 മൈനസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് 2 പേർക്കും തുല്യമായിട്ട് ഭാഗിച്ചു കൊടുക്കുന്നു അല്ലേ. 180 നിന്ന് 120 മൈനസ് ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടും. 60ന് 2 പേർക്കും തുല്യമായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 30 എന്നും അതുപോലെ ഇവിടെ 30 എന്നും കിട്ടി. മനസ്സിലായ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബി സിയിലേക്ക്, ഞാൻ ഇതിന് ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ എ ഡിയുടെ നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ ഡിയുടെ നീളം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം 30, 60, 90 ഈ പറയുന്ന ആംഗിളിലാണെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് റേഷ്യോ, സൈന്, കോസ്, ടാനൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ ആ മെത്തേഡ് വെച്ച് ഏത് രൂപത്തിലും ചെയ്യാം. റേഷ്യോ വെച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോ വെച്ചിട്ട് വേണമെങ്കിലും ഇവിടുത്തെ സൈഡിൻ്റെ നീളം കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ എ ഡി എന്ന് പറയുന്നത് എത്രയായിട്ട് വരും, ഇവിടെ 4 വശം അല്ലേ. 4 90ന് ഓപ്പോസിറ്റ് ഇവിടെ 4 30ന് ഓപ്പോസിറ്റ് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ എത്രയായിട്ട് വരും, 2. എത്രയാണ്, 2 വരും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വശം റേഷ്യോ അനുസരിച്ചിട്ട് ഇവിടുത്തെ വശം എത്രയായിരിക്കും വരിക, 2√3 ആണ്. 2√3. അപ്പോൾ റേഷ്യോ വെച്ച് പഠിച്ച ആളുകൾക്ക് ഇതാണ് എളുപ്പമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല ഇനി ട്രിഗണോമെട്രിക് റേഷ്യോ വെച്ചിട്ട് സൈനും കോസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാ മെത്തേഡും കൂടി പറഞ്ഞ് ഞാൻ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു. എ ഡിയും കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ബി ഡിയും കണ്ടുപിടിച്ചു അല്ലേ. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ, ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച് ആണ് അല്ലേ. അതിൽ ബി ബേസ് എന്ന് പറയുന്നത് ഇതല്ലേ. ഈ ബി മുതൽ സി വരെയുള്ള ദൂരമാണെന്ത്, ബേസ് എന്ന് പറയുന്നത്. അതായത് ഇത് രണ്ടും കൂടി കൂട്ടണം. ഈ 2√3 + 2√3 ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 4√3 എന്ന് കിട്ടും. 4√3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, നമ്മളിവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. ഹൈറ്റിന് പകരം 2 എന്ന് കൊടുത്തു അല്ലേ. ഈ രണ്ടും എന്തായിപ്പോയി, ക്യാൻസലായിപ്പോയി. ഇവിടെ ഉത്തരം എന്തെന്ന് കിട്ടി, 4√3 എന്ന് കിട്ടി. ക്ലിയർ ആണോ? 5 മാർക്കിൻ്റെ ചോദ്യമാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടെ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. 100, 109, 118 ഇങ്ങനെ വരുന്ന ഒരു സീക്വൻസ് ആണെങ്കിൽ, ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എത്രയാണ് എന്നാണ് ചോദ്യം. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് ഹരിക്കാൻ അറിയുന്നതല്ല, ഡിവൈഡ് ചെയ്യാൻ അറിയുന്ന എല്ലാ കുട്ടികൾക്കും ആ 1 മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ 100നെ 9 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ എത്ര കിട്ടിയേ, 1. അതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ദി 3 ഡിജിറ്റ് നമ്പർ വിച്ച് ആർ ദ മൾട്ടിപ്പിൾ ഓഫ് 9. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. 3 ഡിജിറ്റിൻ്റെ സീക്വൻസ് ആയിരിക്കണം, പിന്നെ അത് മാത്രമല്ല 9ന്റെ ഗുണിതങ്ങളുമായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ 9ന്റെ ഗുണിതമാവാനായിട്ട് നമ്മൾ 100 കഴിഞ്ഞ് 100 നിന്നാണല്ലോ 3 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ 100 കഴിഞ്ഞിട്ട് നോക്കാം, 101, 102 അങ്ങനെ നോക്കി പോവാം. അതിൽ കൃത്യമായിട്ട് 9ന്റെ ഗുണിതം അല്ലെങ്കിൽ 9 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന സംഖ്യ ഏതാണെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ നമ്പർ കിട്ടും 108. കൃത്യമായിട്ട് 9ൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നൊരു സംഖ്യയാണ്. അപ്പോൾ 108 ആണ് ആദ്യം തുടങ്ങുന്നത് 9ന്റെ ഗുണിതങ്ങളിലുള്ള ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ. പിന്നെ അതിൻ്റെ കൂടെ 117, നമുക്ക് കോമൺ ഡിഫറൻസ് 9 വെച്ചിട്ടാണല്ലോ വരുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടി, സീക്വൻസ് കിട്ടി. അപ്പോൾ 108. അടുത്തത് 108 + 9 എത്രയാണ്, 117. 117 + 9 126. ഓക്കെ, അപ്പോൾ സീക്വൻസ് കിട്ടി. സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് തരുന്നുണ്ട്, 2 മാർക്ക് തരുന്നുണ്ട്.
മൂന്നാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് ഈ തന്നിട്ടുള്ള 999 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതങ്ങളിൽ ഉള്ളതാണെന്ന് നമുക്കറിയാം അല്ലേ. എങ്കിൽ ഇത് അർത്തമെറ്റിക് സീക്വൻസിൽ എത്രാമത്തെ ടേം ആയിട്ട് വരുമെന്നാണ് ചോദ്യം. 999 9ന്റെ ഗുണിതമാണെങ്കിൽ 9ന്റെ ഗുണിതമാണെന്ന് നമുക്കറിയാം അല്ലേ. എങ്കിൽ ഇത് അർത്തമെറ്റിക് സീക്വൻസിൽ അതിൻ്റെ പൊസിഷൻ എത്രാമതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഇവിടുത്തെ ഈ സീക്വൻസിൻ്റെ ഫസ്റ്റത്തെ നമ്പർ നമുക്കറിയാം, ഫസ്റ്റ് ടൈം അറിയാം എത്രയാണ്, 108 ആണെന്ന് അറിയാം. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം എത്ര വെച്ചിട്ടാണ് കൂടി വരുന്നത്, 9 വെച്ചിട്ടാണ് കൂടി വരുന്നതെന്നും അറിയാം അല്ലേ. നമുക്കറിയാം nth ടൈം കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ, dn + f - d അല്ലേ ഈക്വൽ ടു, ഇതെല്ലാം നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ട നമ്പർ ഇതാണ്. നമുക്ക് ഇത് എത്രാമത്തെ പൊസിഷൻ ആണെന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ ചെക്ക് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ nth ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, dn + f - d ഈക്വൽ ടു, നമ്മൾക്ക് ഇതിൻ്റെ പൊസിഷനാണ് കണ്ടത്. അപ്പോൾ ആ നമ്പർ അവിടെ ഇട്ട് കൊടുത്തു. ഡിയുടെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കണം, എത്രയാണ് 9. എന്നിന് നിങ്ങളൊന്നും ചെയ്യേണ്ട, n അതേപോലെ തന്നെ. എഫിന് അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക 108, ഡിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക 9. ഓക്കെ, ഈക്വൽ ടു 999. 9n + 108 9 കുറക്കുമ്പോൾ 99 ഈക്വൽ ടു 999. ഇനി 99നെ നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്, മൈനസ് ആവും അല്ലേ. 999 99 മൈനസ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, 9n = 900 എന്ന് കിട്ടും. ഇനി n = ഈ ഇൻറ്റു 9 × n എന്നുള്ളത് 9 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ വരും, 900 / 9 എന്ന് വരും അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 100 എന്ന് കിട്ടും. n എന്ന് പറയുന്നത് 100 ആണ് എന്ന് പറഞ്ഞാൽ 100ാമത്തെ ടേമാണ് ആര്, 100ാമത്തെ ടേമാണ് ആര്, ഈ പറയുന്ന 999 എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പോൾ ഇവിടെ എഴുതാം, 100ാമത്തെ ടേമാണ് 999. ക്ലിയർ ആണോ? 5 മാർക്കാണ് ഇതിന്. വളരെ സിമ്പിളായിട്ട് ചെയ്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന 5 മാർക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് 4 മാർക്കിന്റെ ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന 4 മാർക്കിന്റെ ചോദ്യമാണ്. 10 കുട്ടികളുടെ സ്കോർ ആണ് തന്നിരിക്കുന്നത് താഴെ. 10 കുട്ടികളുടെ സ്കോർ തന്നിട്ടുണ്ട്. ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മീൻ സ്കോർ. ആദ്യം ചോദിച്ചിരിക്കുന്നത് മീൻ സ്കോർ, മീൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഈ തന്നിട്ടുള്ള എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. സമ്മ് ചെയ്തിട്ട് എത്ര പേരുണ്ടോ, എത്ര എണ്ണമുണ്ടോ ആ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലേ. ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നു 380 എന്ന് കിട്ടുന്നു. ഇവരെത്ര പേരുണ്ട്, 2 4 6 8 10 പേരുണ്ട് അല്ലേ. 10 സ്കോറാണ്, 10 സ്റ്റുഡൻസിൻ്റെ ആണ് അല്ലേ. 10 സ്റ്റുഡൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. സോറി, നമ്മൾ എണ്ണി നോക്കി വെറുതെ അല്ലേ. എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 10 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ 10 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ 380 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, 38. ഈ 38 ആണ് ഇവിടുത്തെ മീൻ സ്കോർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ മീഡിയൻ സ്കോർ. മീഡിയൻ കാണാൻ പറയുമ്പോൾ ഈ തന്നിട്ടുള്ള വാല്യൂസിനെ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. ആദ്യം ചെറുത്, അത് കഴിഞ്ഞ് അടുത്ത വലുത്, അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ നമ്മൾ ഇൻക്രീസിങ് ഓർഡർ എഴുതണം. പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് എങ്ങനെയാണ്, ഇൻക്രീസിങ് ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് മാറ്റം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ തന്നെ എഴുതി വെക്കുക. ഇനി ഇത് ഡിസോർഡറിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഓർഡർ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, മീഡിയം കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മീഡിയം കാണാമെന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ മിഡിലെ നമ്പറാണ് എന്ത് പറയുന്നത്, മീഡിയൻ. അപ്പോൾ നമ്മളിവിടെ 10 കുട്ടികളുണ്ട്, 10 കുട്ടികൾ സ്കോറാണ്. അപ്പോൾ നോക്കിയപ്പോൾ നടുവിൽ മിഡിൽ 2 ആളുകൾ വരുന്നുണ്ട്. ആരൊക്കെയുണ്ട്, 39 വരുന്നുണ്ട്, 41 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആവറേജ് കാണണം. ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടണം. 39 + 41 / 2 ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, 80/2 = 40. അതാണ് ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് 4 മാർക്ക് കിട്ടി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 5 മാർക്കിൻ്റെ 2 ചോദ്യം, 4 മാർക്കിൻ്റെ 1 ചോദ്യമാണ് അല്ലേ. 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനൽ കണ്ടിന്യൂ ചെയ്യുക. ഇനി വൈകാതെ തന്നെ അടുത്ത ക്ലാസ്സുകളായിട്ട് നമ്മൾ വരും. ഓക്കെ, താങ്ക്